ഇനി പത്തനംതിട്ട നഗരത്തിലേക്ക് അവിടെ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു. അടൂർ സ്വദേശികളായ ഷെമിയസ്, നാദിയ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. പത്തനംതിട്ട SP ഓഫീസിന് സമീപത്തെ പ്രധാന റോഡിലെ കുഴിയിൽ വീണാണ് ഈ അപകടമുണ്ടായത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. CK അഭിലാൽ വിവരങ്ങളുണ്ട്. അഭിലാൽ, ഈ മഴ തുടങ്ങിയത് മുതൽ റോഡിലെ കുഴിയിൽ വീണുള്ള അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. കാര്യമായി പരിക്കുണ്ടോ അവർക്ക്? ദിവിഷ്, ഈ കാണുന്നത് ഒരു കാർ AC വർക്ക്ഷോപ്പിൻ്റെ പരസ്യമല്ല, അതേസമയം ഒരു അപായ സൂചനയാണ്. പത്തനംതിട്ട SP ഓഫീസിന് പരിസരത്ത് തന്നെയുള്ള അതുവഴി കടന്നു പോകുന്ന ഒരു റോഡിലെ വലിയ കുഴി സംബന്ധിച്ച ഒരു സൂചന കൂടി നൽകുന്ന ബോർഡാണിത്. രാത്രി യാത്രക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ട് ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കുഴിയിൽ വീണ് ഉള്ള അപകടം പതിവായ സാഹചര്യത്തിലാണ് സമീപത്തെ കടയുടെ ഉടമ കൂടിയിട്ടുള്ള പുഷ്പരാജനാണ് ഇങ്ങനെ ഒരു സൂചന ബോർഡ് നൽകിയിട്ടുള്ളത്. ഗതികെട്ട് അവസാനം ചെയ്യേണ്ടി വന്നു അല്ലേ? ഇങ്ങനെ ഇത് ഒരാഴ്ചയായിട്ട് മഴയോട് കൂടി ഈ കുഴിയുടെ ആഴം വർദ്ധിക്കുകയും അപകടങ്ങൾ ഞങ്ങളുടെ മുന്നേ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇതിൻ്റെ ആഴം വർദ്ധിച്ചു തുടങ്ങി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഞാൻ ഷോപ്പ് അടയ്ക്കുന്ന സമയത്ത് ഒരു ഓടി കാർ ഇതിൻ്റെ അകത്ത് വന്ന് വീണ് ടയർ വെടി തീർന്നു. അവർക്ക് പിന്നെ ഓടി കാർ ആയതുകൊണ്ട് ഇവിടെങ്ങും പണിയത്തില്ല. പിന്നെ അവരെ ഞാൻ രാത്രിയിൽ 12 മണിയോടുകൂടി അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വീണ്ടും ഒരു ലേഡിയും 2 സ്ത്രീകൾ വന്ന് വീണ് അവർക്ക് കൈക്കും കാലിനും ഒക്കെ മുറിവൊക്കെ ഉണ്ടായി. CCTV ദൃശ്യങ്ങളുള്ള അതാണ് ആ അപകടമാണ്. അപകടം സീരിയസ് ആയിട്ടുള്ള അപകടം അതാണ്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തു തരാം. എനിക്ക് ബീക്കൺ ലൈറ്റിൻ്റെ വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഈ ബീക്കൺ ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്ത് DC കറണ്ടാണ്. അതിനുവേണ്ടി റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടായി. പലരും പറഞ്ഞു രാത്രി കാലങ്ങളിൽ അത് സൗകര്യമായെന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ ഒരു വെടിക്ക് 2 പക്ഷി. നമ്മുടെ പരസ്യമാകും, ആളുകൾക്ക് ഒരു സൂചന ബോർഡും ആകും. പരസ്യത്തിലുപരി എനിക്ക് വേദന ഉണ്ടാക്കിയ രാത്രി വീണ്ടും ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പർ ഇന്നലെ രാത്രി വന്ന് വീണ് ഫ്രണ്ട് ബമ്പർ പറഞ്ഞു പോയി ഞാൻ തിരിച്ച് കയറി വന്നിട്ടാണ് രാത്രി തന്നെ ഇത് സെറ്റ് ചെയ്ത്. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു സെറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ. എന്നിട്ട് പിന്നെ ഇതുവരെ ഒരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. ഇനി അധികൃതർ ഇത് അടയ്ക്കുന്നിടം വരെ ഇതിങ്ങനെ തുടർന്നു പോകും. ദിവിഷ്, ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് CCTV ദൃശ്യങ്ങളിലുള്ള അപകടമുണ്ടായത്. അടൂർ സ്വദേശിനികളായ 2 പേർ റാന്നിയിൽ പോയി തിരികെ അടൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ ദിവസം. അങ്ങനെ റോഡിൽ താരതമ്യേന ചരിവ് കൂടുതലുള്ള പ്രദേശമാണ്. അവിടെയാണ് ഈ കുഴി കൂടി രൂപപ്പെട്ടത്. വെള്ളം കയറിക്കിടന്നതിനാൽ എവിടെയാണ് വഴിയെന്നോ കുഴിയെന്നോ അറിയാൻ അവരുടെ ദൃശ്യങ്ങളും കൂടി നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കൈക്കൊക്കെ ചെറിയ പരിക്കുകളുണ്ട്. എന്തായാലും അങ്ങനെ കടക്കാരന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് കുറച്ചാളുകളെങ്കിലും അപകടത്തിൽ പെടാതെ ഇരിക്കും. വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.